Hello everyone, welcome back to Just Tashin. This is going to be next Uttarakhand vlog. Dehradun illa alle evideyanu rajyathine kanikatilla. Masuri pinne ഋഷികേഷ് റിവർ ഡ്രാഫ്റ്റിംഗ് ഒക്കെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. നമ്മുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വന്നിട്ട് നോക്കാം. ഇറങ്ങാണ് ഊബർ ഒന്ന്. ബൈ നജേത. ഗൈസ് ഊബർ ഹാസ് ഫൈനലി അറൈവ്ഡ്. അന്വേഷിച്ചിട്ട് ഊബറാണ് വന്നിട്ട് ഏതോ ഒരാള് വിളിക്കുന്നുണ്ട്. പേടിയായില്ലേ? നമ്മളിപ്പോ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. പോയത് ഇന്ന് 1 ഒക്ടോബറാ. അത്ര ആയിട്ടില്ല കണ്ടോ. ടീംസ് വരുന്നേ ഉള്ളൂ. ഫാത്തിമ സെറ്റപ്പാണ്. അയ്യോ അത് വ്ളോഗില് വരുമോ? 2:50 ട്രെയിൻ എടുക്കുക. ഒരു 2:30 ആകുമ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. തിരക്കേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ട്രെയിൻ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിൽക്കാൻ പോലും സ്ഥലമല്ല, കാല് കുത്താൻ സ്ഥലമല്ല. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഇവിടെ എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ആട്ടോ യാത്ര ചെയ്യുക. കാരണം പൈസ ഉണ്ടാവില്ല. കുറേ സ്ഥലം കവർ ചെയ്യണം ഡൽഹി വന്നിട്ട് എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എപ്പോഴും വീട്ടുകാരെ നമുക്ക് ശല്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ട്രിപ്പ് പോലെ. ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം TTRനൊന്നും എത്തി നോക്കാൻ പോലും സ്ഥലമല്ല. കുറച്ചു നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന ശേഷം മെല്ലെ മെല്ലെ സീറ്റ് കിട്ടാൻ തുടങ്ങി. പുലർച്ചെ 3 മണിക്ക് ഡൽഹിയിൽ നിന്ന് എടുത്ത ട്രെയിൻ രാവിലെ 8 മണിക്കാണ് ഹരിദ്വാർ എത്തുക. അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. ആദ്യമൊക്കെ ട്രെയിനിൽ നിൽക്കാൻ സ്ഥലം കിട്ടണത് ഒരു ലക്ഷറി ആയിരുന്നു. പിന്നെ സീറ്റ് ഇരിക്കാൻ കിട്ടിയപ്പോൾ വലിയ ലക്ഷറി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ലക്ഷറി ആയിരുന്നു ഈ യാത്രയിൽ. അല്ലേലും നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. പല പല ജീവിതങ്ങൾ കാണും. എല്ലാം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാം. ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ മനുഷ്യന്മാർ തിക്കി തിരക്കി നിൽക്കണ്ടായിരുന്നു. സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യം. അങ്ങനെ ഇങ്ങനെ ഹരിദ്വാർ എത്തി. നമ്മളങ്ങനെ ഫൈനലി ഹരിദ്വാർ എത്തിയിരിക്കുകയാണ്. പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. 7:45 8 മണീൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. അടുത്ത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഋഷികേശ് ആണ്. അവിടുത്തെ ഗുരുദ്വാരയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നു. ബീറ്റിൽസ് പോകുന്നു. പിന്നെ അവിടെ നമ്മൾ മസൂരി പോകുന്നു. ക്രാഫ്റ്റിംഗ് ഞാനത് കീതാക്കാം. ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിക്കുള്ള ബസ്സാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഋഷികേശുള്ള ഗുരുദ്വാരയാണ്. അവിടെ നിന്ന് രാവിലെ ഫുഡ് കഴിക്കുന്നു. നമ്മളൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഗുരുദ്വാരയിൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ എൻ്റെ വ്ളോഗൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രീ ഫുഡാണ്. നമ്മൾ ഋഷികേശ് ബസ് സ്റ്റാൻഡ് ഇറങ്ങിയതും ഒരു ഓട്ടോയിലാണ് ഗുരുദ്വാരയിൽ എത്തിയിട്ടുള്ളത്. ഗുരുദ്വാര എത്തിയാൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും തല മറയ്ക്കണം. ബാത്റൂമൊക്കെ പോയി ഫ്രഷ് ആയ ശേഷം നമ്മൾ ലങ്കാറിലോട്ട് പോയി. ലങ്കാർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. ഫുഡ് എന്ന് പറയുന്നത് റൊട്ടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഒരു സോയാബീൻ കറി ആയിരുന്നു. കുഴപ്പമില്ല, രസമായിരുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ. ഈ ഒരു മാപ്പ് ഹേംകുണ്ടും അതുപോലെ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഈ മാപ്പാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് പോകുന്നത് റിവർ റാഫ്റ്റിങ്ങിലോട്ടാണ്. ഗുരുദ്വാര ഇറങ്ങിയതും പല പല ഏജൻസി ഉണ്ട് കേട്ടോ ഈ റിവർ റാഫ്റ്റിങ്ങും ക്യാമ്പിങ്ങും ട്രക്കിങ്ങും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് റിവർ റാഫ്റ്റിംഗ് ആണ്. ഒരാൾക്ക് 220 രൂപയാണ് വന്നിട്ടുള്ളത്. 350 തുടങ്ങി. നമ്മൾ സ്റ്റുഡൻസ് ആണ്, പൈസ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾക്ക് 220 രൂപക്ക് ഉറപ്പിക്കുകയാണ്. അവരെന്നെ റിക്ഷയിൽ അവിടെ നിന്ന് ഈ ഒരു സൈറ്റിലോട്ട് കൊണ്ടുവരും കേട്ടോ. നമ്മൾ അതിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 220 രൂപയിൽ അതും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഭാഗീരഥി അഡ്വെഞ്ചർ എന്തൊക്കെയുണ്ട്. റാഫ്റ്റിംഗ്, ക്യാമ്പിങ്, ട്രക്കിങ്, ബഞ്ചി ഡൈവിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേലെ നിന്ന് ഇങ്ങനെ ഉന്തി വിടുന്ന ഹൈറ്റിൽ അതൊക്കെ ഉണ്ട്. നമ്മൾ റാഫ്റ്റിംഗ് മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ബാഗ് വെക്കും. പിന്നെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഐറ്റംസോ ഫോണോ വാലറ്റൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക. റാഫ്റ്റിംഗ് ബോട്ടിൽ ഒരു വാട്ടർ പ്രൂഫ് ബാഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കും അത് ഇടുക. ഇവിടെ എന്തെങ്കിലും മിസ്സായാൽ നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ. അവരൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഇവിടെ നിന്ന് അവർ ജീപ്പിക്ക് കൊണ്ടുപോകും. ഇതും എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. 220 ഇതും ഇൻക്ലൂഡഡ് ആണ്. നമ്മളിങ്ങനെ ആലോചിച്ച് എന്താ 220 റാഫ്റ്റിംഗ് മാത്രമല്ലേ? അല്ല, ഓട്ടോന്ന് ആ ഭാഗത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് ജീപ്പ് ഒക്കെ ഈ 220 ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബദ്രിനാഥ് 291 കിലോമീറ്റർ, കേദർനാഥ് 223 കിലോമീറ്റർ. ഞാൻ ഓൾറെഡി ബദ്രിനാഥ് പോയ വ്ളോഗ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടൊക്കെ ഫുൾ ട്രിപ്പ് പ്ലാൻ ഞാനതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിവിടെ എത്തി. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കറുത്ത് പോയി. ഞാൻ വ്ളോഗാണ് വന്നോ.
നമ്മള് റാഫ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഹന്ന വി മിസ് യു. ട്രെയിന് സീനായിരുന്നേ അതിന്റെ ബ്ലോഗ് വരും. ഗൈസ് ഇത് ഡേഞ്ചറസ് ആണ്, താഴത്തേക്ക് സൂക്ഷിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ സൈൻ ഇടണം, എന്ത് ഇത് പറ്റിയാലും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട്. ഗൈസ് ഇവിടെ എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സറുപ്പ് സെറ്റാണ്, നിഹാൽ സെറ്റാണ്, ദിയാദ് സെറ്റാണ്. തൊഴയാൻ വടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊറേ മനുഷ്യന്മാരുണ്ട്. നമുക്ക് എന്താവെന്ന് കണ്ടറിയാം, കാത്തിരുന്ന് കാണുക. കുറച്ച് ട്രക്ക് ചെയ്ത് താഴത്തേക്ക് പോവാനുണ്ട്. ചെരുപ്പൂരണം. ഒരു മെല്ലെ നടന്നു വരുന്നതേ ഉള്ളൂ. പെട്രോള് നമ്മൾ ഫൈനലി ഇവിടെ എത്തി. സ്റ്റാർട്ട് ചെയ്യണം ഓരോരുത്തർ കയറാന്. ഫോൺ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടുകയാണ്. ഇതിന് ശേഷം നമ്മളെ കൊണ്ട് ഫോണേ യൂസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ആ ഒരു വാട്ടർ പ്രൂഫ് കവറിൽ അങ്ങോട്ട് ഇട്ട്. പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് ഡേഞ്ചറാണ് റാഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ. പിന്നെ അവർ റെക്കോർഡ് ചെയ്ത് തരും, വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അവർ എടുത്തു തരും. പക്ഷേ 2000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അത്രയ്ക്കുള്ള പൈസ ഒന്നുമില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ സമ്മതിച്ചില്ല. സംഭവം നൈസായിരുന്നു കേട്ടോ. 220 രൂപക്ക് വേർത്താണ്. നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തു. ഫോണൊന്നും ഇല്ലാത്തത് നന്നായി. പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക, ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. നൈസായിരുന്നു, അടിപൊളി. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ വളരെ മനോഹരമായിരുന്നു. ഒന്നും കൂടി ചെയ്താലോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോയി. അത്രയും അടിപൊളിയായിരുന്നു. ഇവിടെ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഫോട്ടോ പോലും ഒരു എടുത്തും തന്നില്ല, എടുക്കാൻ സമ്മതിച്ചില്ല. റാഫ്റ്റിംഗ് നമ്മുടെ വളരെ മനോഹരമായ അഡ്വഞ്ചറസ് ആയി പൂർത്തീകരിച്ചു. അപ്പം നമ്മൾ ബീറ്റിൽസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ഒരു ഷിംല വൈബ് അടിക്കുന്നുണ്ടോ ഇവിടെ? ആ, ഷിംല വൈബ് അടിക്കുന്നുണ്ട് ഇവിടെ. അടുത്ത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ബീറ്റിൽസ് ആണ്. ഈ പാലം കടന്നിട്ട് വേണം ബീറ്റിൽസ് എത്താൻ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു അടിക്കുന്ന വെയിലിൽ ഐസ്ക്രീം കഴിക്കാൻ പൂതിയായി. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം ലീഡർ സർഫ്രാസ് ആണ്. ഋഷികേഷ് അടിക്കുന്ന വെയിലിൽ നമ്മുടെ ഡ്രസ്സൊക്കെ മെല്ലെ ഉണങ്ങി തുടങ്ങി. അടുത്തത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ബീറ്റിൽസിലോട്ടാണ്. ഇപ്പൊ നമ്മൾ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞില്ലേ, അതിനുശേഷം നേരെ നടന്നത് ഒരു വലിയ പാലുണ്ട്. ആ പാലം കടന്നതും ബീറ്റിൽസ് എത്തും. ആ പോകുന്നതിന് മുമ്പ് ഒരു വലിയ ഹനുമാന്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നമ്മള് കുറേ ദൂരം നടന്നു വന്നു. ഇവിടെ ഒരു ചെറിയ കുഞ്ഞൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ഇതുണ്ട്, ഒരു അരുവി പോലെ. അതൊക്കെ കഴിഞ്ഞ് വന്നാലും നിങ്ങൾക്ക് ചൗറാസി കുട്ടിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാജി ടൈഗർ റിസർവ്. 200 രൂപയാണ് ഫീസ്. സ്റ്റുഡൻ്റ് ഐ ഡി കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. 100 രൂപ എൻട്രി ഫീസ് ഉള്ളതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. നമ്മൾ പിന്നെയും ഗുരുദ്വാരയിൽ പോയി ഋഷികേശിലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയി. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മസൂരിയിലോട്ടാണ്. നമ്മൾ ഈ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങുകയാണ്. 2000 കുട്ടികളുണ്ടായിരുന്നു. വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ടാലും 2 പെൺകുട്ടികൾ.
മസൂരിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഹ്റാഡൂണ് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഡെഹ്റാഡൂണിലോട്ടുള്ള ബസ് കയറി, എന്നിട്ട് അവിടെ ബസ് ഇറങ്ങിയ ശേഷം ഡെഹ്റാഡൂണിൽ നിന്നും മസൂരിയിലോട്ട് വേറൊരു ബസ് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെഹ്റാഡൂൺ എത്തിയിട്ടുണ്ട്. ഡെഹ്റാഡൂണിലും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാന്. പക്ഷെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇപ്പൊ തൽക്കാലം ഉള്ളത് മസൂരിയും ഋഷികേശും ആണ്. അവിടെ നിന്ന് റിക്ഷ എടുത്തിട്ടാണ് നമ്മൾ മസൂരിക്കുള്ള ബസ് കയറാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മസൂരിയിലോട്ട് ഇങ്ങനെ രാത്രി യാത്ര ചെയ്യാന്. രാത്രിയത്തെ ഇങ്ങനെ ലൈറ്റിങ്ങും ദൂരെ ഇങ്ങനെ കാണുന്ന ബിൽഡിങ്സ് ഇങ്ങനെ മിന്നി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. മസൂരിയിലെ മാൾ റോഡാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഫൈനലി നമ്മൾ മസൂരിയിലെ മാൾ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു ടൗൺ വൈബൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കടകളും പിന്നെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള പ്ലേസ് ഉണ്ട് അവിടെ. ഒരാൾക്ക് 100 രൂപ എന്നുള്ള രീതിക്കാണ് സ്റ്റേ അവിടെ നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത്. രാത്രി ഇങ്ങനെ ഇതിൽ കൂടെ നടക്കാൻ നല്ല വൈബ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, കാരണം അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടും കൂടി അല്ലേ. കേക്സിനെ നിരീക്ഷിക്കുകയാണ്. ഇത് കൂടെ നമ്മൾ എന്തായാലും ഇനി വരില്ലേ. അതെ, ഐസോടെ മൈ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, വെജ് ആൻഡ് നോൺ വെജ്. ഇവിടെ ക്യൂട്ടായിട്ട് കുറെ കാഴ്ചകളുണ്ട്. വെറുതെ ആയിട്ട് തള്ളിക്കോ. നമ്മളിപ്പോ ഒരു ഹോട്ടൽ തേടിയുള്ള പോക്കാണ്. കുത്തനെയുള്ള ഒരു താഴ്ചയുണ്ട്. പോകുന്ന വഴി ഡ്വെല്ലിംഗ് ഹിൽസ് ഉണ്ട്. മസൂരി വൈബ്സ് ആട്ടത്. ഫുൾ ലൈറ്റിംഗ് ഒക്കെ വെച്ചൊരു വേറെ തന്നെ ഒരു സെറ്റപ്പാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ. പക്ഷെ ഇത് ഇത്രത്തോളമാണ് ഇതിന്റെ പ്രൈസ് അവർ പറയാൻ നമുക്കറിയില്ല. അങ്ങനെ 700 രൂപയ്ക്ക് നമ്മളിവിടെ ഉറക്കുകയാണ്. നൈറ്റ് ഇവിടെ മുറാദാബാദിൽ ഹൈദരാബാദി ഷോപ്പിൽ കയറി. മുറാദാബാദി ഉള്ളൂ, ബാക്കി ഹൈദരാബാദി കഴിഞ്ഞു. വെറുതെ പറയാ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹാഫ് എന്ന് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു റഷ, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ റഷ. എന്റെ ബർത്ത്ഡേ എന്നാ പറയും. ബർത്ത്ഡേ എന്നാ പറയും. ഒക്ടോബർ 2. ആപ്പിൾ പൈ കേക്ക് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫിസിക്സ് ഇല്ലാത്ത ഹൗ ഇസ് ഇറ്റ്? ഞാൻ ടേസ്റ്റ് ചെയ്യും. സർഫ്രാസിനാണ് കുറച്ച് അധികം കിട്ടണത്. അതാണ് സെഷന്റെ വകയാണ്. ലാൻഡ്വാ സ്കൂളാണ്. ഇവിടെ നിന്ന് ഒന്നും കാണുന്നില്ലേ. നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രക്ക് സ്ഥലമൊന്നുമില്ല നടക്കാന്. റിവർ റാഫ്റ്റിംഗിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെൻഷൻ ഫ്രീ ആയാലും ട്രിപ്പ് രസമാവും എന്നുള്ളത് മനസ്സിലായി.